Okay. Unmute. What is sound വരും? പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഒന്നും കൂടി ഇന്നത്തെ രാവിലത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ചിക്കാഗോ പ്രയർ ഫെലോഷിപ്പിൽ ഒന്നും കൂടി വരുവാനും കുറച്ച് ടൈം കർത്താവിന്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിച്ച് നമ്മൾ പല വിഷയത്തില് ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ഈ ലാസ്റ്റ് ഉള്ള പ്രയർ റിക്വസ്റ്റ് ഞാൻ കേട്ടായിരുന്നു, യൗവനക്കാർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു പ്രാർത്ഥന. അപ്പൊ ഇന്നലത്തെ ഇവിടുത്തെ വൈകുന്നേരത്തെ മീറ്റിംഗിലും ഞാൻ അതായിരുന്നു പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയുടെ റിവൈവലിന് വേണ്ടിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം എല്ലാം യങ്സ്റ്റേഴ്സ് എല്ലാം വർഷം കോളേജിൽ പോകുന്നുണ്ട്. ഗ്രാജുവേറ്റ് സ്കൂളിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കോളേജിലോട്ട് പോകുമ്പോൾ കോളേജ് ലൈഫ്, കോളേജ് അറ്റ്മോസ്ഫിയർ, 12ാം ക്ലാസ് വരെ പഠിച്ചതും അല്ലെ, അവര് അവിടെ സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ചാണെങ്കിലും എന്താണെങ്കിലും ആ സെയിം കാര്യങ്ങൾ കോളേജിൽ എത്തുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലുള്ള കർത്താവിന്റെ മക്കള്, സത്യം പറഞ്ഞ യങ്സ്റ്റേഴ്സ് ഒത്തിരി പേര് കർത്താവിന്റെ ആ സെയിം റൂട്ടിലെ ട്രാക്കിൽ ഇല്ലാതെ ആയി പോകുന്നു. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. കാരണം കോളേജിൽ എത്തുമ്പോഴത്തേക്ക് അവരുടെ ലെവൽ മാറുന്ന ഒറ്റ മെയിൻ റീസൺ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, അവരുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി കൂടുന്നു. അപ്പം വചനത്തിൽ വായിക്കുമ്പോൾ ഒരു കൊറിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 1 Corinthians chapter 1, 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ മലയാളത്തില്? 1 Corinthians chapter 1 verse 22 വായിക്കുന്നു. ഹല്ലേലൂയ. 1 Corinthians chapter 1:22. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ആമേൻ. ഈ വചനത്തിന്റെ അകത്ത് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലെറ്റർ എഴുതുമ്പോ അല്ലെ ലേഖനം എഴുതുമ്പോ ഇങ്ങനെ പറഞ്ഞ, ഒത്തിരി പേർക്ക് യേശു ക്രിസ്തു കുറെ ഡിഫറെന്റ് കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം ശരിയാ. പക്ഷേ യൂതന്മാരെന്ത് ചെയ്യുന്നു? അവർക്കൊരു സൈൻ വേണം. ഗ്രീക്സ്, യുനാനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് വിസ്ഡം വേണം, ആ ഹ്യൂമൻ വിസ്ഡം. ഈ രണ്ട് കാര്യത്തിനെ ചൊല്ലി അല്ലെ ഈ രണ്ട് കാര്യത്തിനെ ഡിബേറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ വിശ്വാസത്തിനെ അവര് വളർത്തുന്നത്. ആ സെയിം കാര്യങ്ങൾ നമ്മളുടെ യങ്സ്റ്റേഴ്സ് അല്ലെ, ഇന്നത്തെ യൗവനക്കാര്, ഇപ്പോഴത്തെ പുതിയ ജനറേഷനും സെയിം കാര്യങ്ങളാണ്. അപ്പൊ അവർക്കും വേണ്ടത് വിസ്ഡം. ഒറ്റ ഒരു കാര്യം പറയുന്ന അവര് ഇത്രയേ ഉള്ളൂ, ഇതിന്റെ അകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ലാസ്റ്റ് വീക്ക് എന്നോട് സംസാരിച്ച ഒരാൾ പറയുന്നു, നിങ്ങൾ പറയുന്നു സ്വർഗത്തിൽ പോകുന്നു നരകത്തിൽ പോകുന്നു, അതെല്ലാം ശരിയാ, പക്ഷെ ഈ സ്വർഗത്തിൽ പോയ ആരെങ്കിലും നിങ്ങൾക്ക് SMS അയച്ചിട്ടുണ്ടോ? നരകത്തില് ആരെങ്കിലും നിങ്ങൾക്ക് SMS അയച്ചിട്ടുണ്ടോ? ഈ രണ്ട് കാര്യത്തിനും എനിക്ക് ആൻസർ ഇല്ല. കാരണം അവരുടെ ലോജിക്കൽ ഐഡിയസിനെ എനിക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനോ അല്ല അവരുടെ ലോജിക്കൽ ഐഡിയസിനെ ഓവർ കൗണ്ടർ ചെയ്യാനോ മേ ബി നമുക്ക് ആൻസർ ഇല്ലായിരിക്കാം. പക്ഷെ ഒറ്റൊരു ആൻസറേ ഉള്ളൂ, കർത്താവ് പറഞ്ഞു ഞാൻ വീണ്ടും വരും. പിന്നെ കുറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം, പാരബിൾസ് നമുക്ക് പറയാം. റിച്ച് മാൻ ആൻഡ് ദ ലാസറസിന്റെ ഒരു കാര്യം നമുക്ക് പറയാം. പക്ഷെ എന്നാലും അത് അവരുടെ ലോജിക്കൽ കപ്പാസിറ്റിന്റെ അകത്തോ അല്ലെ അവരുടെ ഹ്യൂമൻ തിങ്കിങ്ങിന്റെ അകത്ത് നമുക്ക് എന്തോ അതിൻ്റെ അകത്ത് കയറി ചെല്ലാൻ പറ്റത്തില്ല. ആ സെയിം ഒരു ഇഷ്യൂ ആയിരുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ ഇന്ത്യയിലുള്ള അറ്റ്ലീസ്റ്റ് ചർച്ചിൽ നിന്നുള്ള യങ്സ്റ്റേഴ്സ് കോളേജിലോട്ട് പോകുമ്പോൾ ഉള്ളത്. അപ്പം കോളേജിൽ ഇങ്ങനത്തെ ഡിബേറ്റ് ചെയ്യുന്നത് ഒത്തിരി പേരുണ്ട്, വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്മാറ്റത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. ഈ സെയിം ഇഷ്യൂസ് കൊരിന്ത്യ സഭേന്റെ അത് ഉണ്ടായിരുന്നു, പൗലോസിന്റെ ടൈം ഫസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൗണ്ടർ ചെയ്ത് ഒത്തിരി പേരെ പിശാച് 1-ാം നൂറ്റാണ്ടിനാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ടൈമില് ഈ ഒരു സെഞ്ചുറിയിലാണെങ്കിലും അവരെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓവർകം ചെയ്യുവാൻ നമുക്ക് എന്തോ വേണ്ടത്? ഒറ്റ ഒരു കാര്യമുള്ളൂ,
കർത്താവിലുള്ള വിശ്വാസം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 24 ഓൺവേർഡ്സ്, 24 and 25. യെസ്, ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ഹല്ലേലൂയ. കണ്ടോ? അപ്പം കർത്താവിന്റെ ഒരു വിസ്ഡം, ഹ്യൂമൻ വിസ്ഡത്തിനെക്കാട്ടിലും അപ്പുറം. ഓക്കെ, അപ്പൊ ആ ഒരു ലൈനിന്റെ അകത്ത് ഗ്രീക്സ് ഹ്യൂമൻ വിസ്ഡം മാത്രം നോക്കി നടന്നു. അന്നത്തെ ഗ്രീക്കൻ കൾച്ചർ ഹ്യൂമൻ വിസ്ഡത്തിന്റെ അകത്ത് ഒത്തിരിയും ശ്രേഷ്ഠമായിട്ട് നിന്നു. കുറെ അവർക്ക് യൂണിവേഴ്സിറ്റീസും കോളേജസും അന്നത്തെ ആ സെയിം ഫസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഗ്രീക്കിന്റെ അകത്ത് നോക്കുമ്പോ, അല്ലെ ഇന്നത്തെ ഗ്രീസിന്റെ അകത്ത് നോക്കുമ്പോൾ അത് മൊത്തത്തിൽ എക്കണോമി തകർന്ന് മൊത്തത്തിൽ അവർ കൊലാപ്സ് ആയിട്ടിരിക്കുന്ന ഒരു കൺട്രിയായി മാറി. കണ്ടോ? അപ്പം കർത്താവ് എവിടെ ഇല്ലാതെ പോയോ, കർത്താവ് എവിടെ നിന്നൊക്കെ മാറിപ്പോയോ, അവർക്ക് എല്ലാവർക്കും അവരുടെ മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ കൊലാപ്സ് ആകും. അത് ഫിസിക്കൽ ആയിരിക്കാം, സ്പിരിച്വൽ ആയിരിക്കാം, ഈവൻ ഫിനാൻഷ്യൽ ആയിരിക്കാം. അപ്പം കർത്താവ് ഇല്ലാത്തടത്ത്, അല്ലെ കർത്താവിന് സ്ഥാനം കൊടുക്കാത്ത പ്ലേസസിലെല്ലാം എന്തോ സംഭവിക്കുന്നു? കർത്താവ് ഇല്ലാത്തടത്തെല്ലാം ഒരു തകർച്ച വരുന്നു. ആ സെയിം തകർച്ച നമ്മുടെ കൺട്രീന്റെ അകത്തോ, അല്ലെ നമ്മുടെ സഭേന്റെ അകത്ത്, ഈവൻ നമ്മുടെ നെക്സ്റ്റ് ഈ വരാൻ പോകുന്ന ജനറേഷൻസ്, നെക്സ്റ്റ് ലെവലിൽ നിൽക്കാനുള്ള ജനറേഷൻസിനകത്ത് വരുന്നത്. ഓക്കെ, ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ഒന്ന് ഫസ്റ്റ് തിമോത്തി chapter 4 വേർഡ്സ് 1 and 2. ഒന്ന് തിമോത്തിയോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം 2-ാം വാക്യം വായിക്കുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇവിടെ നെക്സ്റ്റ് ഈ ലേഖനത്തിന്റെ അത് പറയുന്ന ഒരു കാര്യമാണ്, എന്താ സംഭവിക്കും ലാസ്റ്റ് ഡേയ്സില്. ചിലവര് ആത്മാവിന്റെ അല്ലെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളെല്ലാം വിട്ട് എന്താ ചെയ്യും? ഡിസെപ്റ്റീവ് സ്പിരിറ്റ്സ്, അല്ലെ ഈ സ്പിരിറ്റ്സിന്റെ ഒരു ലൈൻ, അല്ലെ ഡിസെപ്റ്റീവ് സ്പിരിറ്റ്സിന്റെ പുറകിലോട്ട് പോകും. റൈറ്റ്? അപ്പൊ ആ ഡിസെപ്റ്റീവ് സ്പിരിറ്റ്സ് ഡയറക്ട്ലി വന്ന ഒരാളുടെ മുമ്പിൽ ഒന്നും പ്രത്യക്ഷപ്പെടുത്തില്ല. പക്ഷെ ഒരു പേഴ്സന്റെ അകത്ത് കയറി മേ ബി അവരുടെ വിസ്ഡമിന്റെ ത്രൂ, അല്ലെ അവരുടെ ലോജിക്കിന്റെ ത്രൂ സംസാരിച്ചിട്ട് അവര് പറയുന്ന എല്ലാം ശരിയാ, അവര് പറയുന്ന ആ വചനം കറക്റ്റ് വചനായിരിക്കാം. അപ്പൊ അതിന്റെ പുറകിൽ അട്രാക്ട് ആയി പോകും. അപ്പൊ ഞാൻ ക്രിട്ടിസൈസ് ആരെയും ചെയ്യുന്നില്ല. പക്ഷെ മേ ബി മോഡേൺ പ്രീച്ചേഴ്സ്, മോഡേൺ പ്രീച്ചേഴ്സിന്റെ പ്രീച്ചിങ് ഒക്കെ കേൾക്കാൻ നല്ല സുഖമാണ്, കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ യങ്സ്റ്റേഴ്സ് അതിലോട്ട് അട്രാക്ട് ആയി പോകുന്നു. നല്ല കാര്യങ്ങളാ. പക്ഷെ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം അവര് വിശ്വസിക്കുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തി റിലേറ്റഡ് ആ സെയിം റോൾ മോഡൽ ആയിട്ട്, അല്ലെ ഹീസ് മൈ ഐഡിയൽ ഫിഗർ എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഹീസ് മൈ ഐഡിയൽ ഇമേജ്, അല്ലെ ഹീസ് മൈ ഐഡിയൽ ഫിഗർ, ദിസ് പാസ്റ്റർ ഈസ് മൈ ഐഡിയൽ ഫിഗർ. പക്ഷെ ആര് ഐഡിയൽ ഫിഗർ ആയാലും, ആരുടെ റോൾ മോഡൽ ആയാലും നമ്മുടെ മുമ്പിൽ ഒറ്റ ഒരു റോൾ മോഡൽ ഉള്ളൂ. അത് പൗലോസും അല്ല, അപ്പോലോസും അല്ല, പക്ഷെ യേശു ക്രിസ്തു മാത്രം. യേശു പറഞ്ഞ, അല്ലെ യേശുവിന്റെ സെയിം റോൾ മോഡൽ ആയിട്ട് നമുക്ക് പോവാൻ, അതായിരിക്കും നമ്മുടെ ആഗ്രഹം, അല്ലെ ഇപ്പോഴത്തെ യങ് ജനറേഷന്റെ ആഗ്രഹം. അപ്പൊ ഇവിടെ പറഞ്ഞ എൻഡ് ഓഫ് ദ ഡേ, ഇൻ ദ ലാസ്റ്റ് ടൈംസ്. ഒന്നും കൂടി ആ വാക്യം ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് ലൈൻ. യെസ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയാം. അപ്പം ഭാവി കാലത്ത്, അല്ലെ ലാസ്റ്റ് ടൈംസ് ഓർ എൻഡ് ഡേയ്സിൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് വേർഡ്സ് പറയുന്നത് അതിൻ്റെ അകത്ത് അവരവരുടെ വിശ്വാസത്തിനെ ത്യജിക്കും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഈവൻ ഓൾഡ്, നമ്മുടെ സ്പിരിച്വലി, അല്ലെ സ്പിരിച്വൽ ഫെയ്ത്തിന്റെ അകത്ത് നമ്മൾ സീനിയർ ആണെന്ന് പറഞ്ഞു, മേ ബി ലാസ്റ്റ് 30 ഇയേഴ്സ് കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ നടക്കുന്നു, 40 വർഷമായി, 50 വർഷമായി, അതെല്ലാം നല്ലതാണ്. പക്ഷെ നാളത്തെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളുടെ മരണം വരെ കർത്താവിനെ വിടാതെ മുറുകെ പെട്ട് കർത്താവിനെ വിടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വചനത്തിൽ ഇത് ഇന്നത്തെ ഒരു ടൈമിന്റെ ഒരു ഇഷ്യൂ മാത്രമല്ല, അന്നും പൗലോസ് കണ്ട ഒരു സെയിം സിനാരിയോ.
ഓക്കെ, ലാസ്റ്റ് ഡേയ്സിൽ ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, ലാസ്റ്റ് ഡേയ്സിൽ ആൾക്കാര് ഓക്കെ പാസ്റ്റർമാരെ കേൾക്കത്തില്ല, ബൈബിൾ പറഞ്ഞ കേൾക്കത്തില്ല. പക്ഷേ അവര് നോക്കി വെച്ചേ അല്ല, അവർ ചിന്തിച്ചു വെച്ചേക്കുന്ന ഓരോരോ റോൾ മോഡൽസ്, അത് ചർച്ചിന്റെ അകത്തുള്ളവരായിരിക്കാം, അല്ല ചർച്ചിന്റെ യങ് പ്രീച്ചേഴ്സ് ആയിരിക്കാം, അവരായിരിക്കാം അവരുടെ റോൾ മോഡൽ. അപ്പൊ ആ റോൾ മോഡൽ പറയുന്ന എന്താണോ അവര് കണ്ണടച്ച് വിശ്വസിക്കും. ഓക്കെ, അപ്പം ശത്രുവായ പിശാശ്, ഓക്കെ, പത്രോസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഓക്കെ, ശത്രുവായ പിശാശ് ഓടി നടക്കുന്ന ഒരു സിംഹം പോലെ ഗർജിച്ചുകൊണ്ടിരിക്കുക, ആരെ വിഴുങ്ങണം. ഓക്കെ, whom shall I devour? Okay, so the enemy is roaring, the enemy is revolving or going like a roaring lion. Okay, roaring lion എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് ചർച്ചിന്റെ അകത്ത് എങ്ങനെ കയറി വരണം, അല്ലെ ചർച്ചിന്റെ അകത്ത് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് ഓക്കെ ആ ഒരു തന്ത്രം ഓൾറെഡി ഓക്കെ ശത്രുവിന് അറിയാം. അതൊരു യങ് പ്രീച്ചറിന്റെ ഒക്കെ മോഡലായിട്ടും കയറി വരാം. കാരണം യങ് പ്രീച്ചർ എന്തോ പറഞ്ഞാലും യങ്സ്റ്റേഴ്സ് വിശ്വസിക്കും. ഓക്കെ, അപ്പൊ ആ യങ് പ്രീച്ചറിന്റെ അകത്തും ചിലപ്പോ ഈ ഡിസെപ്റ്റീവ് സ്പിരിറ്റ്സ് വന്ന് ഓക്കെ അല്ലെ ദുഷ്ടാത്മാവ് വന്ന് അവര് പറഞ്ഞ എല്ലാം വിശ്വസിക്കുവാനും ഒരു ജനറേഷൻ അങ്ങനെ മാറ്റുന്നത്. ആ ജനറേഷൻ ചർച്ചിൽ വരുന്നുണ്ട്, ശരിയാ, ഓക്കെ, അവർ ആരാധിക്കുന്നു, ശരിയാ, പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈൽ ബിബ്ലിക്കൽ അല്ലാതെ ആയിരിക്കും. ഓക്കെ, അവര് ചർച്ചിൽ വരുന്നു, ഓക്കെ, വർഷിപ്പ് ലീഡിങ് ചെയ്യുന്നു, ഓക്കെ, വർഷിപ്പിനകത്ത് കാണാം, പക്ഷേ ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ഇല്ലാതെ ആയി പോകും. ഓക്കെ, അതായിരിക്കാം മെൻ ടൈമിൽ സംഭവിക്കുന്നത്. അപ്പൊ മെൻ ടൈമിൽ സംഭവിക്കുന്ന ചർച്ച അറ്റൻഡൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഓക്കെ, യങ്സ്റ്റേഴ്സ് എല്ലാം ചർച്ചിലുണ്ട്, എല്ലാവരും ഓക്കെ മ്യൂസീഷ്യൻസ് ആയിരിക്കാം, ഇൻസ്ട്രുമെന്റൽ പ്ലെയേഴ്സ് ആയിരിക്കാം, പക്ഷെ എത്ര പേർക്ക് ഈ സെയിം വിശ്വാസത്തില് ഓക്കെ ഉറച്ച് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മുടെ യങ് ജനറേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൗത്യം കർത്താവ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഓക്കെ, പൗലോസ് സ്പെസിഫിക്കലി അല്ലെ ഒരു നല്ലൊരു സ്പെസിഫിക് ആയിട്ട് അവരുടെ പറയാ, ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് മെനി വിൽ ലൂസ് ദെയർ ഫെയ്ത്ത് ബിക്കോസ് ഓഫ് ഡിസെപ്റ്റീവ് സ്പിരിറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഡിസെപ്റ്റീവ് സ്പിരിറ്റ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുവാനും അല്ലെ ഫാൾസ് ടീച്ചേഴ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുവാനും ഓക്കെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓക്കെ നിൽക്കുവാനും നമുക്ക് ആഗ്രഹിക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം. ഓക്കെ, ഈ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയതും തിമോത്തിയോസിന് എഴുതിയതും ഇതെല്ലാം ആ ഒരു ചർച്ചിന് മാത്രമുള്ളതല്ല, ആ ഒരു സഭയ്ക്ക് അല്ലെ അന്നത്തെ ആൾക്കാർക്ക് മാത്രമുള്ളതല്ല, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെ ഈ ഒത്തിരി പേര് പറഞ്ഞു ഈ കൊരിന്തിൽ എഴുതിയേക്കുന്നത് കൊരിന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ് അല്ലെ. കാരണം ഇപ്പൊ ഞാൻ ഒത്തിരി എല്ലാ മജനാഥിന്റെ അകത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒത്തിരി പേര് അങ്ങനെ പറയുന്നു കൊരിന്തിൽ എഴുതിയ സഭയ്ക്ക് ഉള്ളത് മാത്രം അത് ഇപ്പോഴത്തെ പുതിയ നിയമസഭ അല്ലെ ന്യൂ ജനറേഷൻ ഇന്ത്യയിലുള്ള ചർച്ചസിനല്ലാതെ. ഓക്കെ, ഇന്ത്യയിലുള്ള ചർച്ചസിലെ യങ്സ്റ്റേഴ്സിന് തലയിൽ തുണി ഇല്ലാതെ ഇരിക്കാം, നോ പ്രോബ്ലം. കാരണം ബൈബിളിൽ അങ്ങനെ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഒരു സംഭവം ഞാൻ കുറെ യങ് പ്രീച്ചേഴ്സായി അവരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നതാ. യങ് പ്രീച്ചേഴ്സാ, യങ് ചർച്ചിലെ പ്രീച്ചേഴ്സാ. ഓക്കെ, ഞാനിവിടെ ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്റെ കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഫോളോ ചെയ്യാം. ഇന്ത്യൻ കൾച്ചറിലെ എല്ലാം റിലീജിയൻ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചറിലെ എല്ലാം റിലീജിയൻ, ഓൾമോസ്റ്റ് എല്ലാം റിലീജിയന്റെ അകത്ത് ഓക്കെ സിമ്പിൾ ഒരു കാര്യമാണെങ്കിൽ ഓക്കെ എല്ലാം സ്ത്രീകള് ഓക്കെ അവരുടെ തലയിൽ തുണിയിട്ട ആരാധിക്കുന്ന അറ്റ്ലീസ്റ്റ് ആരാധനയിൽ. ബട്ട് സെയിം ടൈം ചർച്ചിന്റെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്ന ഒരു ഏറ്റവും വലിയ ഡേഞ്ചറാ. അത് നമ്മുടെ സംഭവം അല്ല, അത് കൊരിന്തിന് എഴുതിയുള്ള കൊരിന്ത്യയിലെ ആൾക്കാർക്കുള്ളത് മാത്രം. ഓക്കെ, ശരിയായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊരിന്ത്യയിൽ എഴുതിയേക്കുന്ന എല്ലാവർക്കും ഓക്കെ അവിടെ പറഞ്ഞ എല്ലാ വചനം ഓക്കെ നമുക്ക് പിന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഇൻകോർപ്പറേഷൻസ് ഓക്കെ അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് കൊരിന്ത്യൻ ലേഖനം വായിക്കാറേ ഇല്ല. ഫസ്റ്റ് കൊരിന്ത്യൻ സെക്കൻഡ് കൊരിന്ത്യൻസ് വേണ്ട, ഫസ്റ്റ് തിമോത്തി സെക്കൻഡ് തിമോത്തി വേണ്ട, ഫസ്റ്റ് തെസ്സലോനിയൻ സെക്കൻഡ് തെസ്സലോനിയൻ വേണ്ട. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പകുതി മുക്കാലുള്ള ബൈബിളിലെ ചാപ്റ്റേഴ്സ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഏറ്റവും ആദ്യത്തെ 4 സുവിശേഷം മാത്രം. അതാണ് നമ്മുടെ ഫോക്കസ്. ആ ഒരു കാഴ്ചപ്പാടിലോട്ട്, ആ ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് യങ്സ്റ്റേഴ്സിനെ മാറ്റി. ഓക്കെ, നമുക്ക് പറയാം മേ ബി ബ്രെയിൻ വാഷ് ചെയ്തെന്ന് പറയാം. ഓക്കെ, അവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ടീച്ചിങ്ങിന്റെ ത്രൂ ഒത്തിരി പേരെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറ്റും. അപ്പൊ അതിനു വേണ്ടിയായിട്ടും നമ്മൾക്ക് നോക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം ഇനിയുള്ള തലമുറ അങ്ങനെ പോവാതിരിക്കാൻ.
ചർച്ചിലെ യങ്സ്റ്റേഴ്സ് കുറഞ്ഞു പോകുന്നു, ചിലയിടത്ത് ചർച്ചിലോട്ട് വരുന്നില്ല. ഈവൻ വരുവാണെങ്കിലും അവർക്ക് അതിൻ്റെ അകത്ത് ഒരു വിശ്വാസം ഇല്ല. അവർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ശരിയാ, പാട്ട് പാടുന്നു, ശരിയാ, ചിലപ്പം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്ലേ ചെയ്യുന്നു, ശരിയാ, പക്ഷെ മേ ബി അവരുടെ വിശ്വാസം എവിടെയും ഇല്ലാതായി പോകും. അവർക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഒന്നും വിശ്വാസമില്ല. ജസ്റ്റ് ഒരു റുട്ടീനായിട്ട്, അല്ല ഒരു ജസ്റ്റ് ഡേ ബൈ ഡേ മേ ബി അവരുടെ പേരൻസ് ചെയ്യുന്നു, അത് കണ്ട് മേ ബി അവര് വരുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ അത് ഓവർകം ചെയ്യുവാൻ, അതിൻ്റെ അകത്ത് അവര് ഓവർകം ചെയ്ത് ഈ ഒരു ഈവിൾ വേൾഡിന്റെ അകത്ത് ഓവർകം ചെയ്ത് നിൽക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഈ ഒരു ആരാധന, നമ്മുടെ പ്രെയർ, നമ്മുടെ ലൈഫിനും നമ്മുടെ ഫാമിലി ലൈഫിനും ഇപ്പോഴത്തെ യങ് ജനറേഷൻ, ചർച്ച വരുന്ന യങ് ജനറേഷനും വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. ഞാൻ ഈ വചനം രാവിലെ ഇന്ന് ധ്യാനിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ചെറിയൊരു പാട്ടായിരുന്നു. അത് ഞാൻ പാടുവാൻ, നമുക്ക് ഒന്നിച്ചൊന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. ഓക്കെ, വിശ്വാസ നായകൻ യേശുവിനെ നോക്കി. നമുക്ക് ആ ലൈൻ പാടാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ, വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ നന്നായി എനിക്കൊന്നുണ്ടായിടില്ലോ, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കൊന്നുണ്ടായിടില്ലോ, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ, വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ, അലകൾ പടകിലടിച്ച